തീർച്ചയായും വലിയ മഴയുണ്ട്. പക്ഷേ ആവേശത്തിന് യാതൊരു കുറവുമില്ല. ആയിരക്കണക്കിന് പ്രിയങ്കയുടെ റോഡ് ഷോയുടെ ഭാഗമായിക്കൊണ്ടിരിക്കുന്നത്. റോഡിന്റെ ഇരുവശവും നിറഞ്ഞ സ്ത്രീകളടക്കമുള്ള വലിയ ജനാവലി ഏതായാലും ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അല്പം മുമ്പാണ്, ഏകദേശം 1 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ പ്രിയങ്ക ഇങ്ങോട്ട് എത്തിയ ഉടൻ തന്നെ റോഡ് ഷോ ആരംഭിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തി. എന്തായാലും UDF പ്രവർത്തകരെ സംബന്ധിച്ചോളം വലിയ ആവേശമാണ് അവർക്ക് ഉള്ളത്. കാരണം പ്രിയങ്ക ഗാന്ധിക്ക് നിലമ്പൂർ നൽകിയ ഭൂരിപക്ഷം നമുക്ക് അറിയാവുന്നതാണ്. വമ്പൻ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ലോക്സഭയിലെ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്ക് നിലമ്പൂർ നിയമസഭാ മണ്ഡലം നൽകിയത്. അതിൻ്റെ എല്ലാ ആവേശവും നിറഞ്ഞ കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ഇരുവശത്തും തടിച്ചുകൂടിയിരിക്കുന്ന പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് KC വേണുഗോപാൽ അടക്കം ഉള്ള സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും പ്രിയങ്കയ്ക്കൊപ്പം ആ വാഹനത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഇരുവശത്തും കൈകൊട്ടിയും മറ്റുമാണ് സ്ത്രീകളടക്കമുള്ളവർ പ്രിയങ്കയെ ഇപ്പോൾ സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. മുദ്രാവാക്യം വിളികളുമായി പ്രവർത്തകർ ഇങ്ങനെ ഈ ഒരു റാലിയുടെ പിന്നാലെ വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അത്രത്തോളം ആവേശം ജനിപ്പിക്കുന്ന കാഴ്ചയാണ് ഇവിടെ UDF പ്രവർത്തകരെ സംബന്ധിച്ചോളം പ്രിയങ്ക ഇങ്ങോട്ട് പ്രചാരണത്തിന് എത്തിയത് എന്ന് നമുക്ക് കാണാൻ കഴിയും. 2 ഇടങ്ങളിലാണ് പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ ഉള്ളത്. മുത്തേടം പഞ്ചായത്ത് കഴിഞ്ഞാൽ നിലമ്പൂർ നഗരസഭയിലും പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ നടക്കും. അവിടെയും സമാനമായ രീതിയിൽ ആളുകൾ എത്തുമെന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കോൺഗ്രസ് കുടുംബത്തോടും പ്രിയങ്ക ഗാന്ധിയോടും രാഹുൽ ഗാന്ധിയോടും അവർ ലോക്സഭയിലേക്ക് അവർക്ക് നൽകിയ പിന്തുണ ഇവിടെ UDFിന് ആവർത്തിക്കപ്പെടുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. കാരണം നിലമ്പൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് നൽകിയ ഭൂരിപക്ഷം നമുക്കറിയാം. പക്ഷേ ഇവിടെ UDF സ്ഥാനാർത്ഥി വിജയിച്ച സാഹചര്യങ്ങളിലൊന്നും അത്രത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലോ മറ്റോ ജയിച്ച ഒരു ചരിത്രം നമുക്ക് ഇവിടെ നിന്ന് പങ്കുവെക്കാനും കഴിയില്ല. പക്ഷേ UDFിൻ്റെ ക്യാമ്പ് വലിയ ആവേശത്തിലാണ്. എല്ലാ ഘടകകക്ഷി നേതാക്കളും അവരുടെ പതാകകളും നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അങ്ങനെ ആ പ്രചാരണം ഇപ്പോൾ മുമ്പോട്ട് പോകുമ്പോൾ ഇത്തവണ ഇത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായി വിശേഷിപ്പിക്കുന്നു. സെമി ഫൈനലിൽ നിന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയാവുന്ന ഒരു തെരഞ്ഞെടുപ്പ്. ഇനി മറ്റൊരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത ഉപതെരഞ്ഞെടുപ്പ്. ആ ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ വിജയിക്കുക എന്നുള്ളത് UDF അത്ര നിസ്സാരമായി കാണുന്നതല്ല. അത് വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചില്ലെങ്കിൽ അത് തെറ്റായ സന്ദേശം നൽകുമെന്നുള്ള കൃത്യമായ കണക്കുകൂട്ടൽ UDFിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് UDF ക്യാമ്പ് ഈ തെരഞ്ഞെടുപ്പിൽ സാധാരണഗതിയിൽ ഉപതെരഞ്ഞെടുപ്പുകളിൽ പ്രചാരണത്തിന് പോകാത്തില്ലാത്ത പ്രിയങ്ക ഇവിടെ ഉപതെരഞ്ഞെടുപ്പിലെത്തുന്നു. പ്രിയങ്കയുടെ തന്നെ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം. എങ്കിൽ പോലും ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്രിയങ്ക എത്തി. ആ പ്രചാരണത്തിൻ്റെ ഭാഗമായി 2 ഇടങ്ങളിൽ ആ പ്രചാരണത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകുന്ന ഉള്ള കാഴ്ചകൾ കൂടിയുണ്ട്. അങ്ങനെ വലിയ ആവേശത്തിലാണ് UDFിൻ്റെ ക്യാമ്പുള്ളത്. ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ താരപ്രചാരകൻ എന്ന് തന്നെ നമുക്ക് UDFിൻ്റെ ക്യാമ്പിനെ സംബന്ധിച്ച് അവർക്ക് അത് ആ രീതിയിൽ തന്നെ അവർക്ക് കണക്ക് കൂട്ടാൻ കഴിയും.